അങ്ങനെ കേവോനെ കണ്ട് ഷോക്കായി നിൽക്കാണ് നമ്മുടെ എറിക്സി. എന്നിട്ട് പെട്ടെന്ന് അവൾ ടോയ്ലറ്റിലോട്ട് ഓടി കയറാൻ നിൽക്കുമ്പോൾ കേവോ എറിക്സി എന്ന് വിളിക്കും. അതിൽ എറിക്സി പെട്ടെന്ന് നിന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയും, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കോളേജിൽ നിന്നും കണ്ടാൽ സ്ട്രേഞ്ചറെ പോലെ പെരുമാറണമെന്ന് എന്നും പറഞ്ഞ് അവൾ അതിലോട്ട് കയറാൻ പോകുമ്പോൾ വെയിറ്റ് മിസ് സ്ട്രേഞ്ചർ എന്നിട്ട് കേവോ അവളുടെ ഡോറിൻ്റെ മുകളിലുള്ള ബോർഡിലോട്ട് ചൂണ്ടിയിട്ട്, നീ അതിനുള്ളിൽ കയറുന്നതിന് മുമ്പ് അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതിൽ എറിക്സി ആ ബോർഡ് വായിച്ചിട്ട് ആകെ ഞെട്ടി. എന്നിട്ട് അവൾ കണ്ണും പൊത്തി പുറത്തോട്ട് ഓടാണ്. അത് കണ്ട് കേവോ ചിരിച്ചുകൊണ്ട് പുറത്തോട്ട് വരും. അതിൽ വേവേനെ കണ്ട് കേവോ ഒന്ന് സ്റ്റക്കാകും. എന്നിട്ട് അവൻ മൈൻഡ് ചെയ്യാതെ പോകാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇരാനും ആ വഴിയിലൂടെ പോകും. അവളും വേവേനെ കണ്ട് മൈൻഡ് ചെയ്യാതെ പോകാൻ നിൽക്കണേ. പക്ഷെ പെട്ടെന്ന് അവൾ എന്തൊക്കെയോ ആലോചിച്ച് വേവേൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, വേവേ ഞാൻ ഈ കോളേജ് നിർത്താൻ തീരുമാനിച്ചു. ഇനി ഞാൻ വിദേശത്തോട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള എൻ്റെ പേപ്പർ വർക്ക്സിന് വേണ്ടി വന്നതാണ്. അത് കേട്ട് വേവേ പറയും, കൺഗ്രാറ്റുലേഷൻസ്. നീ എന്നോട് ക്ഷമിക്കണം. നിന്നെയും നെയ്നെയും ഞാൻ ഒരുപാട് വേർപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ഒക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ, അതൊന്നും സാരമില്ല. അങ്ങനെ അവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എറിക്സി വേവേ എന്നും പറഞ്ഞ് ഓടി വരികയാണ്. അതിൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് എറിക്സി സ്റ്റക്കാകും. എന്നിട്ട് എന്താ സംഭവമെന്ന് ആംഗ്യത്തിൽ ചോദിക്കും. അത് കണ്ട് വേവേ ചിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം കണ്ട് ഇരാൻ പറയും, വേവേ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് ഒരുപാട് അസൂയ തോന്നിയിട്ടുണ്ട്. നെയ്യുമായുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രമല്ല, അതിനേക്കാളും നിൻ്റെ ഈ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കണ്ടിട്ടാണ്. അത് കേട്ട് വേവേ ചിരിച്ചിട്ട് പറയും, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ സിൻസിയാരിറ്റി അല്ലേ. പിന്നെ നീ എല്ലാവരോടും ആത്മാർത്ഥമായി പെരുമാറിയാൽ അവർക്കത് ഫീൽ ചെയ്തിട്ട് അവർ തിരിച്ചു നിന്നോട് അങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ. എനിക്ക് ഉറപ്പാണ് നിനക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പോലെ നല്ല സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ തന്നെ കിട്ടും. അതൊക്കെ കേട്ട് ഇരാൻ ഹാപ്പി ആയിട്ട് അവൾക്ക് കൈ നീട്ടിയിട്ട്, അപ്പോൾ വേവേ ഞാൻ പോകണേ. താങ്ക് യു ഫോർ എവറിത്തിങ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അതിൽ ചിരിച്ചുകൊണ്ട് വേവേയും കൈ കൊടുക്കും. എന്നാൽ അതൊക്കെ കണ്ട് എറിക്സി അന്തം വിട്ട് നിൽക്കണേ. ബൈ വേവേ എന്നും പറഞ്ഞ് ഇരാൻ പോകും. പോകുന്ന വഴി ഇരാന് എറിക്സിയെയും ഒന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരാൻ പോയി. അതിൽ എറിക്സി ഓടി വന്നിട്ട്, വേവേ എന്താ സംഭവം? ക്യാമ്പസ് ബെല്ലിൽ എന്താ നിന്നോട് സീരിയസ് ആയിട്ട് പറയുന്നത്? എന്നിട്ട് എറിക്സി ഇരാൻ പോകുന്നത് നോക്കിയിട്ട് പറയും, ചിലപ്പോൾ നല്ല ഭംഗിയല്ലേ ഇരാനെയും കാണാൻ? എന്താ അവൾ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇരാൻ നമ്മളെ കോളേജിൽ നിന്നും പോകാണത്രേ. ഇനി ഈ സെമസ്റ്റർ മുതൽ വിദേശത്താണ് പഠിക്കുന്നത്. അതിൻ്റെ പേപ്പറൊക്കെ ക്ലിയർ ചെയ്യാൻ വന്നതാ. പിന്നെ വേവേ എറിക്സിൻ്റെ തലക്കൊരു കൊട്ട് കൊടുത്തിട്ട് പറയും, പിന്നെ അവർക്ക് എന്നോട് അസൂയാണ് പോലും, നിന്നെപ്പോലെ ഒരു മന്ദബുദ്ധിയൊക്കെ ഫ്രണ്ട്സായി കിട്ടിയതിൽ. അത് കേട്ട് എറിക്സിക്ക് ദേഷ്യം പിടിച്ചിട്ട്, എന്നെ മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കാൻ അവൾ ആരാ? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. ഒരു മിനിറ്റ് വേവേ, ഇനി അവൾ പോയാൽ പിന്നെ ക്യാമ്പസ് ബെല്ലെ നീ ആയില്ലേ? അതിൽ വേവേ എറിക്സിനെ പിടിച്ചു വെച്ചിട്ട് ആരെങ്കിലും കേൾക്കോ എന്ന് വിചാരിച്ചിട്ട് ഷൂ ആക്കും. എന്നിട്ട് പറയും, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? നീ കോളേജ് ഫോറത്തിലെ ഒരു അനോണിമസ് പോസ്റ്റ് ഇടണം. ബോയ് ഫ്രണ്ട് ഉള്ള പെണ്ണുങ്ങളെ ഒന്നും ഈ ക്യാമ്പസ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അത് പറ്റുമോ? അത് കേട്ട് എറിക്സി ഒന്ന് ആലോചിച്ചിട്ട് പറയും, ഒരിക്കലുമില്ല. ഈ ബോയ് ഫ്രണ്ട് ഉള്ള നീ തന്നെയാണ് അടുത്ത ക്യാമ്പസ് ബെല്ലെ എന്നും പറഞ്ഞ് അവൾ ആഹ്ലാദിക്കാണ്. അതിൽ വേവേ അവളെ ബഹളമൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സെനി ടെക്കിലോട്ട് പോകാണ്, എറിക്സിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ക്യാഷ് വാങ്ങിക്കാൻ. അതിൽ വേവേ പറയും, ഞാൻ ഇവിടെ നിൽക്കാം, നീ വേഗം പോയിട്ട് വാ. ഇവിടെയോ? വേണ്ട, ലോബിയിലിരുന്നോ, നിന്നെ ആരും കാണില്ല എന്നും പറഞ്ഞ് എറിക്സി അവളെയും വലിച്ച് കമ്പനിൻ്റെ ഉള്ളിലോട്ട് പോകുകയാണ്. അങ്ങനെ എറിക്സി വേവേനെ അവിടെ കൊണ്ടാക്കിയിട്ട്, നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് എറിക്സി പോകും. അങ്ങനെ വേവേ അവിടെ ഇരുന്ന് അവിടുത്തെ ടേബിളിലുള്ള മാഗസിൻ ചുമ്മാ എടുത്ത് നോക്കണേ. അതിൽ അതിൻ്റെ കവർ ഫോട്ടോ കണ്ടിട്ട് വേവേ, ഇയാളെ ഞാൻ എവിടെയോ കണ്ടണല്ലോ എന്നും പറഞ്ഞ് ആലോചിക്കണേ. അങ്ങനെ അവൾക്ക് ഓർമ്മയായി അന്ന് സ്ത്രീ വിരോധിൻ്റെ കൂടെ കാറിൽ കയറിയത്. ഓ അയാളാണല്ലേ, അതും ഇവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഗസിൻ മറിച്ച് നോക്കുന്നുണ്ട്. അതിൽ എറിക്സി വേവേ എന്നും വിളിച്ച് ഓടി വന്ന് കുറച്ച് ക്യാഷ് വേവേക്ക് കൊടുത്തിട്ട്, അങ്ങനെ നിനക്കുള്ള കടം വീടി എന്നും പറഞ്ഞ് അത് വേവേക്ക് കൊടുക്കണേ. ബാക്കി ക്യാഷ് എറിക്സി സന്തോഷത്തോടെ നോക്കുന്നുണ്ട്. അതിൽ വേവേ ആ കവർ ഫോട്ടോ എറിക്സിക്ക് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, നിനക്ക് ഇയാളെ അറിയോ? ഓ ഇയാളോ? അറിയാം, മിസ്റ്റർ ലീ, ഗെയിം ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡാണ്. അത് കേട്ട് വേവി ഒന്ന് ഞെട്ടിയിട്ട് ഫോൺ എടുത്ത് നെയ്ക്ക് വിളിക്കണേ. പക്ഷേ ഇവിടെ നെയ്യും ടീമും ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി പ്രസൻറ്റേഷന് വേണ്ടി കയറാൻ നിൽക്കണേ. എന്നിട്ട് നെയ് എല്ലാവരോടും നെർവസ് ആകാതെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ഫ്രണ്ട് പറയും, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, പക്ഷേ ആ സ്ത്രീ വിരോധിൻ്റെ അത്ര ടെൻഷൻ അടിച്ച് തൂറ്റിൽ പിടിക്കാൻ മാത്രമൊന്നുമില്ല. എന്നാലും ഇത്രയും ക്രിറ്റിക്കൽ മൊമെൻറ്റിൽ അവന് മുങ്ങിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വേവയാണെങ്കിൽ നെയ്ക്ക് വിളിച്ച് മടുത്തു. ഇതെന്താ ഇവനെ ഫോണിൽ കിട്ടുന്നു
പറ്റുന്നില്ലല്ലോ. അങ്ങനെ നെയ്യും ടീമും ലിഫ്റ്റ് ഇറങ്ങി അവിടെ എത്തി. അവരെ ഫെങ്ടൺ ടെക്കിലെ ആളുകൾ വെൽക്കം ചെയ്യുന്നൊക്കെയുണ്ട്. അങ്ങനെ അവരവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ഷാവോ ടീമും എത്തും. ഫെങ്ടൺ ടീം അവരെയും വെൽക്കം ചെയ്യാണ്. എന്നിട്ട് ഷാവോനോട് പറയും, അച്ഛൻ്റെ പാത തന്നെ പിന്തുടരാൻ തീരുമാനിച്ചല്ലേ, എല്ലാവരും ചെറുപ്പക്കാരാണല്ലോ, എന്നാൽ 2 പേരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഉള്ളിലോട്ട് പോകാം. അങ്ങനെ എല്ലാവരും പോകാണ്. നെയ് പോകാൻ നിൽക്കുമ്പോൾ ഷാവോ വന്ന് നെയ്നെ ക്രോസ് ആയി നിന്ന് നെയ്നോട് ഒരു പുച്ഛച്ചിരിയും ചിരിച്ചുകൊണ്ട് പോകും. അത് കണ്ട് നെയ് അതൊന്നും കാര്യമാക്കാതെ പോകും. വേവ ഇവിടെ വിളിച്ചോണ്ട് തന്നെ നിൽക്കുകയാണ്. അതിൽ എറിക്സി പറയും, എന്താ സംഭവം എന്ന് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അതിൽ വേവ പറയും, എറിക്സി നീ ഓർക്കുന്നുണ്ടോ, അന്ന് ഇരാൻ്റെ ട്രീറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നെയ്ൻ്റെ കമ്പനി സ്റ്റാഫിനെ കണ്ടത്? അവൻ നിങ്ങളുടെ കമ്പനിയിലെ ആ മിസ്റ്റർ ലീൻ്റെ കൂടെ ആയിരുന്നു അന്ന് കാറിൽ കയറിയത്. എനിക്കതിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അതിൽ എറിക്സി പറയും, ഏയ് അത് തന്നെ ആകണമെന്നില്ലല്ലോ, അവർ മുമ്പ് പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിലോ, ലിഫ്റ്റ് കൊടുത്തതും ആയിക്കൂടെ? അത് കേട്ട് വേവ ഒന്ന് ആലോചിച്ചിട്ട്, പറയാൻ പറ്റില്ല, എന്തായാലും ആ വിവരം ഞാൻ നെയ്നെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു നോക്കുകയാണ്. അതിൽ എറിക്സി പറയും, അവർ പ്രസൻറ്റേഷന് വേണ്ടി ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഇവിടെ പ്രസൻറ്റേഷന് വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കണേ. കുറച്ച് കഴിഞ്ഞ് പ്രസിഡന്റ് ഫെങ് വരും. അത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്. അങ്ങനെ പ്രസിഡന്റ് വന്ന് ചെയറിലിരുന്ന് എല്ലാവരോടും ഇരിക്കാൻ പറയും. എന്നിട്ട് ഒരാൾ, എന്നാൽ തുടങ്ങല്ലേ, പ്രസിഡന്റിന് 1 മണിക്കാണ് ഫ്ലൈറ്റ്, അതുകൊണ്ട് ഇനി വൈകിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 ടീമിനും പ്രസൻറ്റേഷന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് 1/2 മണിക്കൂർ വീതമാണ്. ആൽഫബറ്റ് ഓർഡർ പ്രകാരം ജെനി ടെക്കാണ് ആദ്യം പ്രസൻറ്റ് ചെയ്യേണ്ടത്. അത് കേട്ട് പ്രസിഡന്റ് തുടങ്ങാൻ വേണ്ടി പറയും. അങ്ങനെ ഷാവോ വന്ന് പ്രസൻറ്റ് ചെയ്യാണ്. ജെനി ടെക്കിൻ്റെ പ്രതിനിധി എന്നതിലപ്പുറം ആ ഗെയിം ഒരുപാട് കാലമായി കളിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ ഗെയിം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ ഉണ്ടാക്കിയ ഗെയിമിനെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയും ഗുണങ്ങളെ പറ്റിയും എല്ലാം ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ഉണ്ടാക്കിയ മോഡലും കാണിച്ചു കൊടുക്കും. അങ്ങനെ അവൻ്റേത് കഴിഞ്ഞ് അവൻ സീറ്റിൽ വന്നിരുന്ന്. ഇവിടെ മിസ്റ്റർ ലീ ഫെങ്ടൺ ടെക്കിൽ നിന്ന് തന്നെ റെഡിയാക്കിയ ഒരു സഹായിയുമുണ്ട്. അയാൾ ഷാവുവിൻ്റെ പ്രസൻറ്റേഷനെ പറ്റിയും അവൻ്റെ ഡെമോനെ പറ്റിയും വാ തോരാതെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായി ഷീ ടെക്കിൻ്റെതാണ്. നെയ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് പോവുകയാണ്. ആ സമയം മിസ്റ്റർ ലീ ആരും കാണാതെ ഫോൺ എടുത്തിട്ട് ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ ഏതോ ഒരാളും വന്ന് ഫെങ്ടൺ ടെക്കിൻ്റെ സെർവർ റൂമിൽ കയറി എന്തോ പണി ഒപ്പിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നെയ് വന്നിട്ട് അവൻ്റെ ഡെമോനെ പറ്റിയും ഐഡികളെ പറ്റിയും ഒക്കെ പറഞ്ഞ് സ്ക്രീനിൽ കാണിക്കും. അത് കണ്ട് ജെനി ടെക്കിൻ്റെ സഹായി പറയും, നിൻ്റെ ഫയൽ കണ്ടിട്ടേ ഒരു ചെറിയ ഡെമോ മാത്രമാണ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്ന് തോന്നുന്നല്ലോ. ഞാൻ അറിഞ്ഞു, നിൻ്റെ കമ്പനിയിൽ ആകെ വെറും കുറച്ച് പ്രോഗ്രാമേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അതിൽ നെയ് പറയും, ആ വെറും 8 പേര്. അത് കേട്ട് ഷാവ് ഒക്കെ ഞെട്ടിയിട്ട്, വെറും 8 പേരോ? നീ ചിലപ്പോൾ കോളേജിലെ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരിക്കാം എന്ന് വെച്ച് ഇത് കണ്ടിട്ട് എനിക്ക് നീ പോരെന്ന് തോന്നുന്നു. ശരിയാ, ഞങ്ങൾ കുറച്ച് പ്രോഗ്രാമേഴ്സ് ഉള്ളൂ, എന്നാൽ എല്ലാവരും ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യാൻ വരെ കഴിവുള്ളവരാ. അവർ പരസ്പരം മനസ്സിലാക്കി ഒരു റിതമിൽ വർക്ക് ചെയ്യുന്നവരാ. പിന്നെ ഞങ്ങൾ ഡെമോ ക്വാളിറ്റിയിൽ ഒട്ടും കുറവില്ലാതെ എന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നിങ്ങൾക്കത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ അവർ ഡെമോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതിൽ മിസ്റ്റർ ലീക്ക് ഒരു റീപ്ലൈ വരും, മിസ്റ്റർ ലീ എല്ലാം പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെയ്ഹോ സെർവറുമായി കണക്ട് ചെയ്യാൻ നോക്കണേ, പക്ഷെ പറ്റുന്നില്ല. അവന് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. നെറ്റ്വർക്ക് എറർ, സെർവർ ഇൻ മെയിൻ്റെനൻസ് എന്ന് കാണിച്ചുകൊണ്ടേയിരിക്കണേ. മെയ്ഹോ ആകെ ടെൻഷനായി. എല്ലാവരും കാത്തിരുന്ന് മടുത്തുപോയി. നെയ്യും ടീമും എല്ലാം ആകെ നെർവസ് ആയിരിക്കണേ. അതിൽ മിസ്റ്റർ ലീ പറയും, നമുക്ക് 2 പേർക്കും ഒരേ സെർവർ തന്നെയാണല്ലോ ഫെങ്ടൺ ടെക്ക് തന്നത്, എന്നിട്ട് ഞങ്ങളത് കണക്റ്റായി, നിങ്ങളത് കണക്ട് പോലും ആകുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കിയ ഡെമോൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാകും. അത് കേട്ട് മെയ്ഹോ പറയും, അതുകൊണ്ടൊന്നുമല്ല, ഇവിടുത്തെ എന്തേലും പ്രശ്നം കൊണ്ടാകാനാണ് ചാൻസ്. അതിൽ പ്രസിഡന്റ് അടുത്ത ആളോട് പറയും, നമ്മുടെ പ്രോബ്ലംസ് കൊണ്ട് തന്നെയാണോ? അതിൽ അയാൾ ബാക്കിയുള്ളവരോട് സെർവർ റൂമിൽ പോയി നോക്കാൻ പറയാണ്. അങ്ങനെ അയാൾ പോയി നോക്കി തിരിച്ചു വന്നിട്ട് പറയും, സെർവർ റൂമിൽ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ സർവീസ് കോൺഫിഗറേഷൻ എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ കാരണമെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് സർവീസ് കോൺഫിഗറേഷൻ അബ്നോർമലി ഓഫായി. ഏകദേശം 1/2 മണിക്കൂറോളം എടുക്കും അത് റെഡിയാകാൻ. അത് കേട്ട് പ്രസിഡന്റിൻ്റെ PA പറയും, 1/2 മണിക്കൂറോ? 45 മിനിറ്റ് കൊണ്ട് പ്രസിഡന്റിന് എയർപോർട്ടിൽ പോകണമല്ലോ. അതിൽ വേറൊരാൾ പറയും, പ്രസിഡന്റിന് പോകാൻ അത്യാവശ്യമുള്ളതുകൊണ്ട് നമുക്ക് എന്നാൽ ഒരു തീരുമാനമെടുത്താലോ? ഈ പ്രസൻറ്റേഷൻ നീട്ടിവെച്ചിട്ടാണെങ്കിൽ ഒരു കാര്യവുമില്ല. ഡയറക്ടർക്ക് US പോയി സർജറി ചെയ്യാനുള്ളതല്ലേ. അതുകൊണ്ട് ജെനി ടെക്കിൻ്റെ പ്രൊപ്പോസൽ തന്നെ സ്വീകരിച്ചാലോ? അതും നല്ല പ്രസൻറ്റേഷൻ തന്നെയാണ്. ഷീ ടെക്ക് ഇവരെക്കാളും നല്ലതാണോ ചീത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഷീ ടെക്കിന് ഭാഗ്യക്കുറവാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നെയ് മേഹനോട് വന്നിട്ട് പറയും, നീ ആ മിറർ സെർവർ കണക്ട് ചെയ്യേ. അതിൽ പെട്ടെന്ന് മേഹോക്ക് ആ സംഗതി ഓർമ്മയായിട്ട് വേഗം കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അത് കേട്ട് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാകാതിരിക്കുകയാണ്. അതിൽ അയാൾ പറയും, നിങ്ങൾ നിങ്ങളുടെ സെർവർ വെച്ച് കണക്ട് ചെയ്യാൻ നോക്കാണോ? അതുകൊണ്ട് കാര്യമില്ലട്ടോ, ഇവിടുത്തത് തന്നെ വേണം.
മാത്രവുമല്ല അത് ജെനി ടെക്കിനോട് നിങ്ങൾ ചെയ്യുന്ന അനീതിയുമാണ്. അതിൽ നെയ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ അതേ കോൺഫിഗറേഷനിൽ തന്നെ ഒരു ബാക്കപ്പ് സെർവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ എന്തേലും കാരണത്താൽ പ്രോബ്ലം സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നെയ് പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് പ്രസിഡന്റിന് കൊടുത്തിട്ട് പറയും, സർ ഇതാണ് ആ സെർവറിൻ്റെ ആക്സസ് കണക്ഷൻ അക്കൗണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ലോഗിൻ ചെയ്ത് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ അടുത്ത ആൾ അത് എടുത്ത് നോക്കുകയാണ്. അതൊക്കെ കണ്ട് മിസ്റ്റർ ലീന് ആകെ കിളി പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് നെയ് ആ മിറർ സെർവറിൻ്റെ ബാക്കി ഗുണങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് ഇംപ്രസ്ഡ് ആയ പ്രസിഡന്റ് ക്ലാപ്പ് വരെ ചെയ്യും. അത് കണ്ട് ബാക്കിയുള്ളവർ നിവൃത്തിയില്ലാതെ ക്ലാപ്പ് ചെയ്യാണ്. പ്രസിഡന്റിൻ്റെ കൂടെ ഉള്ളവർ പറയും, ഷീടെക്ക് എക്സലൻറ്റ് ടീമാണ് കേട്ടോ, ഇത്രയും യങ് ആയിട്ടുള്ള ഇവർ ഇത്രയും ചിന്തിച്ച് കൂട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ. അതിൽ പ്രസിഡന്റും ആ പേപ്പർ എടുത്ത് നോക്കിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് അടുത്തിരിക്കുന്ന ആളോട് പറയും, മിസ്റ്റർ വാങ്, ഈ സെർവറിൻ്റെ പ്രശ്നം ആരോ കരുതിക്കുട്ടി ചെയ്തതുപോലെ ഉണ്ട്. ഓക്കെ സർ, ഞാൻ അന്വേഷിക്കാം. അങ്ങനെ നെയ്യും ടീമും ആ ഡെമോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ഭാഗം ഓരോരുത്തരായി എക്സ്പ്ലെയിൻ ചെയ്യാണ്. നെയ്യിൻ്റെ ഗെയിമിൽ എല്ലാവിധ സീസണുകളും ഉണ്ട്. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം എല്ലാം ഉണ്ട്. അത് കേട്ട് ഹെൽപ്പർ പറയും, ഇത്രയും സീസണൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഗെയിമിൻ്റെ സൈസ് കൂടി അപ്ഗ്രേഡ് ചെയ്യാത്ത കമ്പ്യൂട്ടറുകളിൽ കളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിൽ നെയ് പറയും, എന്നാൽ അതാണ് ഞങ്ങളുടെ ഗെയിമിൻ്റെ പ്രത്യേകത. ഒട്ടും തന്നെ ക്വാളിറ്റിയിൽ ഒരു കുറവും വരാതെ എല്ലാ കമ്പ്യൂട്ടറുകളിലും കളിക്കാൻ കഴിയും. എന്നിട്ട് അവർ കാണിച്ചു കൊടുക്കും. അതൊക്കെ കണ്ട് ഷാവൊക്കെ നോക്കി നിൽക്കണേ. അത് മാത്രമല്ല, ഞങ്ങളുടെ ഗെയിമിൽ ഒരേ സമയം 10,000 പേർക്ക് വരെ ഗ്യാങ് ആയി മിഷൻ കളിക്കാൻ കഴിയും, അതും സ്മൂത്ത് ആയിക്കൊണ്ട്. എന്നിട്ട് നെയ് അതും കാണിച്ചു കൊടുക്കും. അതൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അമേസിങ്, ഈ ഐഡിയ ഈ ഗെയിമിൽ മാത്രമല്ല നമുക്ക് ഉപകാരമാകാൻ പോകുന്നത്, ഇനിയുള്ള എല്ലാ ഗെയിമിലും നമ്മൾ അപ്ലൈ ചെയ്യും എന്നൊക്കെ പറയാണ്. അങ്ങനെ നെയ് വീണ്ടും പറയും, എൻ്റെ ഈ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ ഷീടെക്ക് കമ്പനി തുടങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെറുപ്പക്കാരതുകൊണ്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന്. അവർക്കുള്ള ഒരു മറുപടിയാണ് ഇതൊക്കെ. അത് മാത്രവുമല്ല, ഒരുപാട് പേര് ഗെയിമിങ്ങിനെ കാണുന്നത് ജീവിതം തുലക്കാൻ പോകുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സിനിമ, അതുമല്ലെങ്കിൽ ഒരു മ്യൂസിയം ഒക്കെയാണ്. ഇത് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരു മീഡിയം കൂടിയാണ്. നമ്മുടെ ഐഡിയകളും നമ്മുടെ സംസ്കാരങ്ങളും എല്ലാം പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം. നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ ആ പ്ലെയറിന് നന്നായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നമ്മൾ അതിലൂടെ പ്രസൻറ്റ് ചെയ്യുന്ന കൾച്ചർ. സോ ഞങ്ങൾ ഷീടെക്കിൻ്റെ ലക്ഷ്യം തന്നെ ഗെയിം ഉണ്ടാക്കലിൽ മാത്രമല്ല, അതിലൂടെ നമ്മുടെ ചൈനീസ് കൾച്ചർ എല്ലാവരെയും എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കലാണ്. അതിൽ പ്രസിഡന്റ് പറയും, ഫെങ്ടൺ ടെക്കിനും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണല്ലോ വേർഷൻ 1-ൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു തീം തന്നെ കൊടുത്തത്. നിൻ്റെ ഈ ഐഡിയകളൊക്കെ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷന് കാരണമായി. അത് കേട്ട് താങ്ക് യു സർ, അങ്ങനെ ഞങ്ങളുടെ പ്രസൻറ്റേഷൻ ഇവിടെ കഴിഞ്ഞു എന്നും പറഞ്ഞ് നെയ് പോയി സീറ്റിലിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പ്രസിഡന്റ് പറയും, 2 ടീമും നന്നായി ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് തൽക്കാലം 2 ടീമും കുറച്ച് നേരം പുറത്തോട്ട് നിൽക്കണം. ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കട്ടെ. അതിലെല്ലാവരും എഴുന്നേറ്റ് പുറത്തോട്ട് നിൽക്കണം. അങ്ങനെ ഉള്ളിൽ ഭയങ്കര ഡിസ്കഷൻ നടത്തുകയാണ്. എന്നാൽ പുറത്ത് എല്ലാവരും ടെൻഷൻ അടിച്ച് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ലീ ഒക്കെ ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ്. അത് കണ്ട് ഷാവോ പറയും, അങ്കിൾ ലീ ടെൻഷൻ അടിക്കല്ലേ, എന്തേലും ഒന്ന് സംഭവിക്കട്ടെ. അത് കേട്ട് ലീ പറയും, നിനക്കങ്ങനെ പറഞ്ഞാൽ മതി, സംഗതിൻ്റെ പോക്ക് കണ്ടിട്ട് നമുക്കിത് കിട്ടും എന്നതിന് ഒരു പോസിബിലിറ്റിയും ഇല്ല. നമ്മൾ നന്നായിട്ടല്ലേ പ്രസൻറ്റ് ചെയ്തത്, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ തോൽക്കുകയാണെങ്കിൽ അതിനർത്ഥം എൻ്റെ കഴിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. ഇനി ഇവിടെ നെയ്ൻ്റെ ടീം ഷാൻ പറയും, നമ്മൾ ആ മെത്തേഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായേനെ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് നെയ് പ്രത്യേകം പറഞ്ഞതായിരുന്നു ശ്രദ്ധിക്കാൻ, എന്തേലും പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ ആ സമയം ഞാൻ ആകെ ബേജാറായി എല്ലാം മറന്നു. എന്തായാലും നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു. അങ്ങനെ അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രസിഡന്റ് തീരുമാനമൊക്കെ എടുത്ത് പുറത്തോട്ട് വരുന്നത്. അത് കണ്ട് നെയ്യും ടീമും ഷാവോയും ടീമും ആകാംക്ഷയോടെ ഓടി വരും. അങ്ങനെ പ്രസിഡന്റ് പറയും, ഞാൻ ഇന്ന് ന്യൂയോർക്കിലോട്ട് പോകുകയാണ്, ഞാൻ തിരിച്ചു വന്നിട്ട് കോൺട്രാക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് നെയ്ക്ക് കൈ കൊടുക്കും. നെയ് സന്തോഷത്തോടെ തിരിച്ചു കൊടുത്തിട്ട് താങ്ക് യു സർ, ഞാൻ കാത്തിരിക്കാം. അത് കണ്ട് ഷാവോ ടീമിന് ആകെ നിരാശയായി. അതിൽ പ്രസിഡന്റ് ഷാവോനോട് പറയും, താങ്ക് യു ഫോർ കമ്മിങ്, നിന്റെ സിൻസിയാരിറ്റി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അത് കേട്ട് ഷാവോയും താങ്ക് യു ഒക്കെ പറയാണ്. അതിൽ പ്രസിഡന്റ് ഹെൽപ്പറോട് പറയും, നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൽ അയാൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തലയാട്ടാണ്. അത് കണ്ട് മിസ്റ്റർ ലീ ഒന്ന് ഷോക്ക് ആയിക്കൊണ്ട് നോക്കും. അവരുടെ പദ്ധതി എങ്ങാനും പ്രസിഡന്റ് കണ്ടുപിടിച്ചോ എന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട്. എന്നിട്ട് പ്രസിഡന്റ് നെയ്നോട് സീക്രട്ടായിട്ട് പറയും, സോറി അങ്ങനെ സംഭവിച്ചതിൽ എന്നും പറഞ്ഞ് അവർ പോകും. നെയ്ൻ്റെ ടീം ഹാപ്പിയായി. എന്നാൽ ഷാവുവിൻ്റെ ടീം ആകെ മൂഞ്ചി. അതിൽ ഷാവു വന്നിട്ട് നെയ്നോട് പറയും, എനിക്ക് സമ്മതിക്കാൻ നല്ല മടിയുണ്ടെങ്കിലും ഈ റൗണ്ടിൽ നീ തന്നെയാണ് വിജയി, നിന്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു എന്നും പറഞ്ഞ് അവൻ പോകും.
അവരും പോയി കഴിഞ്ഞപ്പോൾ മേഹോ ടീമും ഓപ്പണായിട്ട് ബഹളം വെച്ച് ആഘോഷിക്കുകയാണ്. അങ്ങനെ താഴെ എത്തിയ ഷാവോ ടീം സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരികയാണ്. അതിൽ മിസ്റ്റർ ലീ പെട്ടെന്ന് ആരും അറിയാതെ ബാക്കിലൂടെ മുങ്ങും. ഷാവോ ബാക്കി 2 പേരോടായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഈ പ്രാവശ്യം തോറ്റെന്ന് വിചാരിച്ച് ആരും ഡൗൺ ആകണ്ട, ഇത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുത്താൽ മതി. ടെക്നോളജിൻ്റെ കാര്യത്തിലും ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലും ജെനി ടെക്കിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് എനിക്ക് ഷുവറാണ്. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്ത പ്രാവശ്യം നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് എല്ലാവരുമായി ഫൈറ്റ് ചെയ്യും. എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. വെറും 20 ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ മിസ്റ്റർ ലീ എവിടെ പോയി എന്നും പറഞ്ഞ് അയാളെ തപ്പാണ്. അതിൽ ആ പെണ്ണ് പെട്ടെന്ന് പിറകോട്ട് നോക്കിയിട്ട് പറയും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഷാവോ അവരെ പറഞ്ഞയച്ചിട്ട് മിസ്റ്റർ ലീനെ തിരഞ്ഞ് പിറകോട്ട് തന്നെ വരികയാണ്. അതിൽ മിസ്റ്റർ ലീ ഇവിടെ മറഞ്ഞു നിന്ന് അങ്കിൾക്ക് കോൾ ചെയ്യുന്നത് ഷാവോ കേൾക്കും. സോറി മിസ്റ്റർ സെൻ, നമുക്ക് ആ പ്രൊജക്റ്റ് കിട്ടിയില്ല. അതെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒക്കെ ചെയ്തു നോക്കി. പക്ഷെ ആ നേക്സിയോ ഇത്രയും ക്ലവറാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അവനൊരു മിറർ സെർവർ വരെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഷാവോനെ സമാധാനിപ്പിച്ചോളാം, എന്നാൽ വെക്കട്ടെ എന്നും പറഞ്ഞ് വെച്ച് പോകാൻ നിൽക്കുമ്പോൾ ഷാവോ ഇതെല്ലാം കേട്ടെന്ന് മനസ്സിലാക്കി അയാൾ പരുങ്ങാണ്. ഷാവോക്ക് അപ്പോഴാണ് അവിടെ സംഭവിച്ചതിൻ്റെ ഒക്കെ പൊരുൾ മനസ്സിലാകുന്നത്. ഇനി ഇവിടെ വേവേ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കണ്. അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കുന്നുണ്ട്. നെയ് എന്തേലും മെസ്സേജ് അയച്ചണോ എന്ന്. ഒന്നുമില്ല. അതിൽ അവൾ ടെൻഷൻ അടിച്ചുകൊണ്ട് മനസ്സിൽ പറയും, ഡെമോ എന്തായി ആവോ. അങ്ങനെ അവൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് സൈക്കിളിൽ വരികയാണ്. സൈക്കിളൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നെയ് വന്ന് ബാക്കിൽ നിൽക്കും. അതിൽ ആരോ ബാക്കിൽ നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് വേവെ തിരിഞ്ഞു നോക്കുകയാണ്. അവനെ കണ്ട് സന്തോഷത്തോടെ നീ വന്നോ എന്ന് പറഞ്ഞ് ഓടി വന്ന് അവൻ്റെ കഴുത്തിൽ തൂങ്ങും. അതിൽ നെയ് പറയും, ഞാൻ നിന്നെ ലേറ്റ് നൈറ്റ് ഡിന്നറിന് കൊണ്ടുപോകാൻ വന്നതാ, നമ്മൾ വിജയിച്ചു. അത് കേട്ട് വേവയ്ക്ക് സന്തോഷമായിട്ട് നെയ്നെ കെട്ടിപ്പിടിക്കണേ. അങ്ങനെ ഇവിടെ പാർട്ടിയാണ്. അതിൽ മെയ്ഹോ പറയും, മക്കളെ അങ്ങനെ ആ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടി, വി ആർ അമേസിങ് അല്ലേ. അതിലെല്ലാവരും കൂടെ യെസ് എന്ന് പറയാണ്. നെയ് പറയും, നിങ്ങളുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഇത്, താങ്ക് യു ഓൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേഴ്സ് ആക്കാണ്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേഹോ പറയും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തോളൂ കേട്ടോ, ഇനി നെയ്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, മാക്സിമം മുതലാക്കിക്കോ. അതിൽ ഒരുത്തൻ പറയും, ഇനി എന്തിനാ ഫുഡ്, ഇതന്നെ ഒരുപാടുണ്ടല്ലോ, ഇങ്ങനെ നെയ്നെ കിട്ടുന്നത് വളരെ ചുരുക്കമാണെന്ന്, സോ വേണ്ടതൊക്കെ ഓർഡർ ചെയ്തോ. അത് കേട്ട് വേവെ ചിരിച്ചുകൊണ്ട് നെയ്നെ നോക്കുന്നുണ്ട്. അതിൽ നെയ്യും പറയും, എന്നാൽ വേണ്ടതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചോ. അതിൽ മേഹോ വീണ്ടും വീണ്ടും ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്യാണ്. അങ്ങനെ അവൻ്റെ ഓർഡറിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കും. അതിൽ നെയ് പറയും, നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ മേഹോ 2 ഫ്ലാറ്റിൻ്റെ ഓണറായ ട്രീറ്റ്. സോ ഈ ട്രീറ്റ് എൻ്റെതല്ല, മേഹോൻ്റെതാണ്. അതിലെല്ലാവരും കൂടെ അവൻ്റെ മെക്കെട്ട് കയറാണ്. അവനാണെങ്കിൽ അത് കേട്ട് ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റം ഓർഡർ ചെയ്തും പോയി. എന്നാൽ ഞാൻ ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞ് മേഹോ പോകാൻ നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തും. വേവേയും അവരെ കൂടെ കൂടും. അത് കണ്ട് മേഹോ ദേഷ്യപ്പെട്ടിട്ട്, നിങ്ങളെല്ലാവരും നെയ്നെ വെറുതെ വിടാണല്ലേ. അതിൽ നെയ് പറയും, നെക്സ്റ്റ് വീക്കെൻഡിൽ നമുക്കൊരു ട്രിപ്പ് പോകാം, അതാണ് എൻ്റെ ട്രീറ്റ്. അത് കേട്ട് എല്ലാവരും കൈയടിച്ച് വാവ് നെയ് സൂപ്പർ. അതിൽ ഒരുത്തൻ നെയ്നോട് ഐ ലവ് യു ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ എത്തി. അതിൽ മെയ്ഹോ എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ട് പറയും, തിന്നോളി മക്കളെ, എൻ്റെ ചോരയും നീരുമാണ് നിങ്ങൾ ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നതെന്ന് മറക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഷാൻ എഴുന്നേറ്റിട്ട് ഒരു പ്ലേറ്റ് ഫുഡ് എടുത്ത് കൊടുത്തിട്ട്, എന്നാൽ നീയും തിന്നോ നിൻ്റെ ചോരയും നീരും എന്നും പറഞ്ഞ് അവനെ കളിയാക്കണേ. അങ്ങനെ അവരവിടെ രസമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ചോദിക്കും, നീ എന്തിനാ ഫ്ലാറ്റ് വാങ്ങിയത്? ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ പാരൻസ് വാങ്ങി തന്നതാണ്. എന്നിട്ട് എന്നോട് വേഗം ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞു. അതിൽ നെയ് ചോദിക്കും, അതിനെന്തിനാ 2 ഫ്ലാറ്റ്? ഒരു പക്ഷേ എന്നും പറഞ്ഞ് അവനൊന്ന് സ്റ്റക്കാക്കും. അതിൽ ഷാനൊക്കെ എഴുന്നേറ്റിട്ട്, അപ്പോൾ നിനക്ക് 2 ഭാര്യമാരുണ്ടാകുമല്ലേ, നമുക്കാർക്കും ഒരു ഗേൾ ഫ്രണ്ട് പോലുമില്ല, എന്നാൽ അവന് 2 പേരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവനെ കളിയാക്കുന്നുണ്ട്. അതിൽ മെയ്ഹോ പറയും, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു വാക്കൻ്റ് റൂമുണ്ട്, ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടോ? റെൻ്റ് ഫ്രീ ആണ്. അത് കേട്ട് എല്ലാവരും ഒറ്റയടിക്ക് ഞാനുണ്ട് എന്നും പറഞ്ഞ് കൈ പോക്കും. എല്ലാവരെയും കൂടി പറ്റില്ല, ഒരേ ഒരാളെ. അതിൽ ഫ്രണ്ട് അവൻ്റെ കൈ പിടിച്ചിട്ട്, ബ്രോ നമ്മൾ 4 വർഷം ഒരുമിച്ച് നിന്നതല്ലേ. അതിൽ ഷാൻ ഓടി വന്നിട്ട് അവനെ മാറ്റിയിട്ട്, ബ്രോ എന്നെ ഒഴിവാക്കല്ലടാ എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അതൊക്കെ കേട്ട് ഹാക്കർ ഇവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ 3 പേരും കൂടി ആ റൂമിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നെയ് വൈൻ നിറക്കാൻ വേണ്ടി ബോട്ടിലെടുത്തുകൊണ്ട് വരും. വേവെ പിന്നാലെ വന്നിട്ട് ആ സ്ത്രീ വിരോധിനെ പറ്റി ചോദിക്കും. അതിൽ നെയ് പറയും, അവൻ ജോലി രാജിവെച്ച് പോയി. അപ്പോൾ അവൻ ശരിക്കും നമ്മളെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ. അത് കേട്ട് നെയ് ചോദിക്കും, നീ എങ്ങനെ അതറിഞ്ഞു? ഞാൻ ഒരിക്കൽ അവൻ ഒരാളുടെ കൂടെ കാറിൽ കയറി പോകുന്നത് കണ്ടു. പിന്നെ ഇന്ന് എറിക്സിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ക്യാഷ് വാങ്ങിക്കാൻ വേണ്ടി ജെനി ടെക്കിലോട്ട് പോയപ്പോൾ അയാളുടെ കവർ ഫോട്ടോ വെച്ച മാഗസിൻ കണ്ട് എറിക്സിനോട് ചോദിച്ചു അയാളെപ്പറ്റി. അപ്പോൾ തൊട്ട് ഞാൻ നിനക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ്.
എന്നാലും അവൻ എന്തിനായിരിക്കും നമ്മളോടൊക്കെ അങ്ങനെ ചെയ്തത്? അത് കേട്ട് നെയ് ഓർക്കും അന്ന് പ്രസൻറ്റേഷന് വേണ്ടി അവർ പോയ സമയം സ്ത്രീ വിരോധി നെയ്ൻ്റെ റൂമിലോട്ട് വന്നിട്ട് സങ്കടത്തോടെ പറയും, ബോസ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ നെയ് ചോദിക്കും, എനിക്കറിയേണ്ടത് നീ എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്നാ. അത് കേട്ട് ഷോക്കായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് അറിയുമായിരുന്നല്ലേ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വളരെ കാലത്തെ പരിശ്രമത്തിന് ശേഷം ഒരു ചെറിയ ഗെയിം ഉണ്ടാക്കിയിരുന്നു. അവൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ അറിയാതെ അത് സെനി ടെക്കിലോട്ട് വിറ്റു. പക്ഷെ അതൊന്നും അറിയാതെ അവൻ അതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയുള്ള ആവേശത്തിലാണ്. സെനി ടെക്ക് അവൻ എൻ്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലാക്കി എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോർത്താൻ പറഞ്ഞു. ഇല്ലെങ്കിൽ അതേ ഗെയിം അവൻ ഇറക്കുന്നതിന് മുമ്പ് സെനി ടെക്ക് ഇറക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷേ ഞാൻ നമ്മുടെ കമ്പനിയിലെ പ്രോഗ്രസ് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ സങ്കടപ്പെട്ടുകൊണ്ട് സോറി ബോസ് എന്നും പറഞ്ഞ് അവൻ പോകും. അത് കേട്ട് വേവെ ചോദിക്കും, ഷാൻ മെയ്ഹോക്കൊക്കെ ആ കാര്യം അറിയോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് നെയ് പോകും. അങ്ങനെ അവർ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മെയ്ഹോ പറയും, എല്ലാവരും കഴിച്ചു കഴിഞ്ഞോ? എന്നാൽ ഇനി ഒരു പാട്ടായാലോ? അതിൽ ഓക്കേ എന്നും പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോകും. എന്നാൽ നെയ് വാച്ച് നോക്കിയിട്ട് വേവിനോട് പറയും, വാ പോകാം, നിന്നെ ഹോസ്റ്റലിലാക്കി തരാം, ഞാൻ പോയി ബില്ലടക്കട്ടെ. അപ്പോൾ മെയ്ഹോൻ്റെ ട്രീറ്റ് അല്ലേ? ഏയ് അല്ല, ഞാൻ അവനെ പറ്റിച്ചതാ, അവൻ എന്തായാലും സർപ്രൈസ് ആയിക്കോളും. അങ്ങനെ അവർ പോവുകയാണ്. ഇവരിവിടെ പാട്ടൊക്കെ പാടി ബാക്കി ആഘോഷിക്കുന്നുണ്ട്. ഇനി അടുത്ത ദിവസം മേഹോൻ്റെ ഫ്ലാറ്റ് ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അവനാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങാണ്. അതിൻ്റെ ഇടയിൽ കോളിംഗ് ബെല്ല് തുരാ അടിക്കുന്നുണ്ട്. അതിൽ മേഹോ ദേഷ്യം പിടിച്ച് എഴുന്നേറ്റിട്ട് അവൻ ക്ലോക്ക് നോക്കണേ. ഓ മൈ ഗോഡ്, വൈകുന്നേരം 3:30 എന്നിട്ട് മതി അടിച്ചത്, ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് മേഹു ദേഷ്യം പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഡോർ തുറക്കുമ്പോൾ അത് നമ്മുടെ ഹാക്കറാണ്. അവനെ കണ്ട് മേഹു ഞെട്ടിയിട്ട്, നീ എന്താ ഇവിടെ? അതിൽ അവന് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന കവർ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കും. അതോടുകൂടി എപ്പിസോഡ് 28 കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.